ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ, നമ്മൾ ആമസോൺ ടെലിഗ്രാമിലൊക്കെ കൂടുതൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ സിനിമ ഡൗൺലോഡ് ചെയ്യാറ്. പലരും പുതിയ പുതിയ സിനിമകളൊക്കെ കിട്ടുമ്പോൾ ഫസ്റ്റ് ടെലിഗ്രാം വഴിയായിരിക്കും ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ സൗണ്ട് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം കേട്ടോ. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ എന്താന്ന് വെച്ചാല്, ഞാൻ എൻ്റെ അനുഭവം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ ടെലിഗ്രാമിൽ കുറെ പടങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ MX പ്ലെയറിലായിരിക്കും സിനിമ മൂവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാ വെച്ചാൽ, ഏത് പടമാണെങ്കിലും നമ്മൾ ഇതുണ്ട് ഈ MX പ്ലെയറിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയെന്ന അനുഭവം എന്താന്ന് വെച്ചാൽ, ഇതില് സൗണ്ട് വരില്ല. എത്ര വലിയ HD ക്വാളിറ്റി ഉണ്ടെങ്കിലും സൗണ്ട് ഇതിൽ വരാറില്ല. എല്ലാ ഫോണിലും ഇങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോണിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാകും, സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡിലീറ്റ് ആക്കി കളയായിരുന്നു ചെയ്തിരുന്നത്. വെറുതെ നമ്മൾ 1 GB ഒക്കെ ഡൗൺലോഡ് ചെയ്യും, ഡൗൺലോഡ് ചെയ്തിട്ട് അത് സൗണ്ട് സപ്പോർട്ട് ആവാത്തതുകൊണ്ട് നമ്മൾ അത് കളയും. എന്നപ്പോൾ അടുത്ത 2 ദിവസം മുമ്പായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ആപ്പ് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പൊ ഞാനത് ഉപയോഗിച്ച് നോക്കുമ്പോൾ എല്ലാ സിനിമകളും, ഞാൻ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മൂവീസും പറഞ്ഞ പോലെ അതിൽ സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആപ്പ് VLC എന്നാണ് ആപ്പിന്റെ പേര്. ആവശ്യമുള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ ലിങ്ക് ഉണ്ടാവും, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. VLC എന്നാണ്. VLC ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ സാധാ MS പ്ലെയറിന്റെ അതേപോലെ തന്നെയാണ് കേട്ടോ. ഇത് ഒരു മാറ്റവും ഇല്ല, വലിയ മാറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. അടിപൊളി സംഭവമാണ് ഇത്. ഇതിൽ കുറച്ച് ഫയല് കാര്യങ്ങള് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ ഇതിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുണ്ടോ, ഇതിലിപ്പോ നമുക്ക് ആ വീഡിയോസ് ഒക്കെ ഇതിലുണ്ട്. ഞാൻ പ്ലേ ആക്കാത്ത എന്താന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പ്ലേ ആക്കി കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്ലേ ആക്കി കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതിൽ അതിനേക്കാളും കൂടുതൽ സെറ്റപ്പും ഉണ്ട്, എല്ലാം ഉണ്ട് VLCയിൽ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ആപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൗണ്ട് വരുന്നില്ല എന്നെങ്കിൽ VLC ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് മൂവി ആണെങ്കിലും സൗണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.